മോഹൻലാലിന് എന്തുകൊണ്ടാണ് ഓസ്ട്രേലിയ വിസ നിഷേധിച്ചത്? ആ ചോദ്യം വളരെ പ്രസക്തമായി തന്നെ ഇപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഒരു രഹസ്യം പറയാം. അതിന് മുൻപ് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് ലാലിന് ഇപ്പോൾ സമയം വളരെ മോശമാണ്. മോഹൻലാലിൻ്റെ സമയം മോശമാവാൻ കാരണം മോഹൻലാലിൻ്റെ പ്രവൃത്തി തന്നെയാണ്. എമ്പുരാന് ശേഷം ആരാധകർക്കിടയിൽ നിന്ന് വലിയ തോതിലുള്ള വിമർശനം മോഹൻലാലിന് നേരിടേണ്ടി വന്നു. ആ വിമർശനം നിസ്സാര കാര്യത്തിന് മാത്രമല്ല, സ്വധർമ്മത്തെ ഇല്ലെങ്കിൽ സ്വന്തം വിശ്വാസത്തെ, താൻ ഉൾപ്പെടുന്ന സമുദായത്തെ അടക്കം മറ്റൊരു രീതിയിൽ ചിത്രീകരിച്ചതിൻ്റെ, ഇല്ലെങ്കിൽ അടിക്കാനായി തീർക്കാനായി നിൽക്കുന്നവർക്ക് ആയുധം കയ്യിൽ വെച്ചു കൊടുത്ത പരിപാടിയുണ്ടല്ലോ, അത് ചെയ്തതിനാണ് എന്നുള്ളതാണ്. ഏതായാലും ആ ട്രെൻഡ് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ പ്രതിഫലിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹലാലേട്ടൻ എന്നുള്ള വിളിയൊക്കെ നമുക്കറിയാമല്ലോ, സോഷ്യൽ മീഡിയ അങ്ങനെയൊക്കെ വിളിച്ചത് വളരെ ദുഃഖകരമായി പോയി. എങ്കിലും വിളിക്കാതെ തരമില്ലല്ലോ എന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. വളരെ സ്ട്രോങ് ബേസ് ആയിരുന്നു മോഹൻലാലിനുണ്ടായിരുന്നത്. മോഹൻലാലിൻ്റെ കടുത്ത ആരാധകരായിരുന്നു ഞാനും നിങ്ങളും അടക്കമുള്ളവരൊക്കെ തന്നെ. എന്നിട്ടും മോഹൻലാലിന് എന്തുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു സ്ട്രോങ് ബേസ്, ആരാധകരുടെ ബേസ് ഉണ്ടായിട്ട് അതിന് കോട്ടം സംഭവിച്ചത്, അതിന് ഇടിവ് സംഭവിച്ചത്? അതിന് മോഹൻലാലിൻ്റെ എമ്പുരാനും തന്നെയാണ് കാരണം എന്നുള്ളത് നിസ്സംശയം പറയാം. അതിൻ്റെ പ്രശ്നമൊക്കെ ഒന്ന് പരിഹരിച്ച് മോഹൻലാൽ വീണ്ടും ഒന്ന് ഉണർന്നുണർന്ന് വരുന്നതിനിടയ്ക്കാണ് മകൾ വിസ്മയ മോഹൻലാൽ നേരെ വന്നിട്ട് പാറ്റ സമരത്തെ പിന്തുണച്ചുകൊണ്ട്, എങ്ങനെയുള്ള സമരം, പ്രശ്നങ്ങൾ പരിഹരിച്ച് എല്ലാ കാര്യങ്ങളും ശരിയാക്കിയതിന് ശേഷം ആ സമരം വിദേശ ശക്തികളുടെ സഹായത്തോടു കൂടി നടത്തിയ ആ സമരത്തിനെ പിന്തുണച്ചുകൊണ്ട് മോഹൻലാലിൻ്റെ മകൾ വരുന്നു. എവിടെയാണ്, എപ്പോഴാണ് വരുന്നത്? അങ്കണവാടി ടീച്ചർമാരുടെ സമരം കാണാനില്ലാതെ, ഇല്ലെങ്കിൽ ഈ ആശാവർക്കർമാരുടെ സമരം കാണാതെ, PSC ലിസ്റ്റ് ഉണ്ടായിരുന്ന റാങ്ക് ഹോൾഡേഴ്സിൻ്റെ സമരം കാണാതെ, മണ്ണ് തിന്നും മുട്ടയടിച്ചും മുട്ടിലഴിഞ്ഞും സമരം ചെയ്തവരെ ഒന്നും കാണാതെ, പാറ്റാ സമരത്തിന് സിനിമ റിലീസ് ചെയ്യാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ആ സമരത്തിൽ കയറി അഭിപ്രായം പറഞ്ഞുകൊണ്ട് അവരെ പിന്തുണച്ചതോടുകൂടി തന്നെ വീണ്ടും മോഹൻലാലിനെതിരെ ഒരു ശക്തമായ വികാരം വീണ്ടും വന്നു എന്നുള്ളതാണ്. ആ ഫാൻ ബേസിൽ ഇപ്പോഴും ഹേറ്റേഴ്സിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു, സംശയമില്ലാത്ത കാര്യമാണ്. അതിനിടയ്ക്കാണ് മോഹൻലാലിൻ്റെ ഓസ്ട്രേലിയൻ വിസ റദ്ദാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് ഈ പറഞ്ഞു വന്ന കാര്യങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഓസ്ട്രേലിയൻ വിസ, അതിനെ പറ്റിയിട്ടൊന്ന് നോക്കാം. ഓസ്ട്രേലിയൻ വിസ വളരെ കർശനമായിട്ടുള്ളൊരു വിസയാണ്. അങ്ങനെ സാധാരണഗതിയിൽ പെട്ടെന്നൊന്നും കിട്ടില്ല. 2026 ഓഗസ്റ്റ് 8-നാണ് സിഡ്നിയിൽ വൈകിട്ടെന്താ പരിപാടി എന്ന് പറയുന്ന പ്രോഗ്രാം നടക്കാനിരുന്നത്. ആ നടക്കാനിരുന്ന പ്രോഗ്രാമിലേക്കാണ് ആ ഷോ മാറ്റിവെച്ചത്. മോഹൻലാലിൻ്റെ വിസ കിട്ടാത്തത് കൊണ്ടാണ്, അതിന് അനുമതി ലഭിക്കാത്തത് കൊണ്ടാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ല, കായൽ ഇവൻറ്റ്സ് എന്ന് പറയുന്ന അതിൻ്റെ ഓർഗനൈസേഴ്സ് അതിനെപ്പറ്റി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഇതിലെന്താണ് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് വളരെ ഗുരുതരമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതായത് ഓസ്ട്രേലിയ വിസ അനുവദിക്കണമെങ്കിൽ കർശനമായിട്ടുള്ള ചില ഉപാധികൾ പാലിക്കപ്പെട്ടിരിക്കണം എന്നുള്ളതാണ് ഇതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ വിസിറ്റേഴ്സ് വിസയിൽ സബ് ക്ലാസ് 600 ടൂറിസം സ്ട്രീമിനകത്തുള്ള വിസയാണ് മോഹൻലാൽ അപേക്ഷിച്ചിരുന്നത് എന്നുള്ളതാണ്. ബാക്കിയുള്ള കലാകാരന്മാർക്ക് KS ചിത്ര, മനോജ് K ജയൻ അടക്കമുള്ള ബാക്കിയുള്ള കലാകാരന്മാർക്കെല്ലാം തന്നെ ഈ വിസ കിട്ടിയിരുന്നു എന്നുള്ളതാണ്. പക്ഷേ മോഹൻലാലിന് മാത്രം അതിൻ്റെ ഒരു വിസ കിട്ടില്ല. അപ്പോൾ അതിനെപ്പറ്റി മോഹൻലാൽ പറഞ്ഞ, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു വിസ കിട്ടാതിരിക്കുന്നത്. സാങ്കേതിക പിഴവോ ക്ലറിക്കൽ ഇഷ്യൂസോ AI ജനറേറ്റഡ് ഇഷ്യൂ ഒക്കെ ആകാമെന്ന് മോഹൻലാൽ എന്ന് പറഞ്ഞിട്ട് കൂടുതൽ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. യഥാർത്ഥ കാരണം പൊതുവിൽ അറിയില്ല, അത് ഔദ്യോഗിക പ്രോസസ്സിൽ അതാണ് ഇരിക്കുന്നത് എന്നൊക്കെയാണെന്ന് മോഹൻലാൽ പറഞ്ഞത്. ഏതായാലും ഈ വിസ, ഈ സബ് ക്ലാസ് 600 ടൂറിസ്റ്റ് സ്ട്രീം വിസിറ്റേഴ്സ് വിസയ്ക്കകത്ത് ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട്, പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്ക്. കാരണം എന്താണ്? ഇന്ത്യക്കാർ വളരെയധികം പോയി സ്ഥിരതാമസമാക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ഓസ്ട്രേലിയ എന്നുള്ളതാണ്. അപ്പോൾ ഓസ്ട്രേലിയയിലേക്ക് ഒരാൾ ചെല്ലുന്നുണ്ടെങ്കിൽ അവർ കൃത്യമായി പരിശോധന നടത്തും. നമ്മൾ ഈ അടുത്ത കാലത്ത് അറിഞ്ഞാണ് അമേരിക്കയിലേക്ക് പോകുന്ന ഈ പ്രഗ്നൻസി ടൂറിസം എന്ന് പറയുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു. അമേരിക്കയിൽ ചെല്ലുന്നു, ഗർഭിണിയായ സ്ത്രീ അമേരിക്കയിലേക്ക് പോകും, അവിടെ ചെല്ലുന്നു, കുട്ടിയെ അവിടെ പ്രസവിക്കുന്നു. സ്വാഭാവികമായിട്ടും ബൈ ബർത്ത് സിറ്റിസൺഷിപ്പ് കിട്ടുന്നത് കൊണ്ട് കുട്ടിക്ക് അവിടെ പൗരത്വം ലഭിക്കും. വൈകാതെ, കുട്ടി കുറച്ച് വളർന്നു കഴിയുമ്പോൾ വൈകാതെ തന്നെ ഈ കുടുംബം അമേരിക്കയിലേക്ക് സെറ്റിലാവുകയും ചെയ്യുന്നു. ഇത് നമ്മൾ സ്ഥിരമായി കണ്ടുവരുന്ന ഒരു കാഴ്ചയായിരുന്നു. അതിന് പൂട്ടിടാനായിട്ട് ട്രംപ് കർശനമായ ചില നിയമങ്ങളൊക്കെ കൊണ്ടുവരാൻ പോകുന്നതും ഒക്കെ വാർത്തയായിരുന്നു. അപ്പോൾ അതെന്തുകൊണ്ടാണ്? അവിടേക്ക് ചെല്ലുന്ന കുടിയേറ്റക്കാരുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഓസ്ട്രേലിയയിൽ വംശീയ പ്രശ്നങ്ങൾ കൂടിയുണ്ട് കേട്ടോ. അമേരിക്കയിൽ അത്രമേൽ വംശീയ സംഘർഷങ്ങളില്ല. അതായത് ഇന്ത്യൻ ജനതയെ ആക്രമിക്കുക അങ്ങനത്തെ പരിപാടിയൊന്നും അധികമായിട്ടുണ്ടായില്ല, വളരെ കുറച്ച് കേട്ടു. പക്ഷേ ഓസ്ട്രേലിയയിൽ ഇത് വ്യാപകമാണ്.
ഓസ്ട്രേലിയയിൽ ഇന്ത്യൻ നേറ്റീവ്സ്, ഇന്ത്യൻ വംശജരൊക്കെ ആണെങ്കിൽ അവരെ ആക്രമിക്കുക എന്ന് പറയുന്നത് ഓസ്ട്രേലിയയിലെ ഒരു പൊളിറ്റിക്കൽ അജണ്ടയായിട്ട് കൂടെ മാറിയിട്ടുണ്ടെന്നാണ്. യൂണിവേഴ്സിറ്റികളിലൊക്കെ അത് വലിയ പ്രശ്നമായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും GTE എന്ന് പറയുന്ന ജെനുവിൻ ടെമ്പററി എൻട്രൻസ് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട താൽക്കാലിക സന്ദർശനമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു വിസയുണ്ട്. അത് പ്രോസസ്സുണ്ട്. അത് നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ തിരിച്ചു പോരും എന്നുള്ളതിൻ്റെ ഒരു കണ്ടീഷനും കൂടി അതിൻ്റെ അകത്തുണ്ട്. അവിടെ താമസമാക്കില്ല, നമ്മൾ തിരിച്ചു പോരും, നമുക്ക് സ്ട്രോങ് കണക്ഷൻ നമ്മുടെ രാജ്യവുമായിട്ടുണ്ട് എന്നുള്ളതൊക്കെ അതിനകത്ത് നമ്മൾ തെളിയിക്കേണ്ട കാര്യമാണ്. ഇത് മാത്രവുമല്ല, നമ്മുടെ കുടുംബം, നമ്മുടെ പ്രോപ്പർട്ടി, നമ്മുടെ സ്ഥലസ്ഥിതി, അവിടെ ചെന്നാൽ ജീവിക്കാനുള്ള പൈസ, അവിടെ നിന്ന് തിരിച്ചു വരാനുള്ള പണം, ഇതൊക്കെ നമ്മുടെ കയ്യിലുണ്ടോ എന്നുള്ളതെല്ലാം പ്രൂവ് ചെയ്യണം. ഇനി അത് മാത്രവുമല്ല, നമ്മുടെ ക്യാരക്ടർ, ആരോഗ്യ കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ പ്രൂവ് ചെയ്യണം. അതിന് പ്രൂവ് ചെയ്യേണ്ട പ്രോസസ്സ് പലപ്പോഴും നമ്മൾ ഈ ഒരു വിസ ഒരു കമ്പനി, ഒരു ഏജൻസിയൊക്കെ ചെന്നിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രോസസ്സുകളുടെ കാര്യങ്ങൾ പലപ്പോഴും അറിയാറില്ല എന്നുള്ളത്. പക്ഷേ ഇവിടെ കുറച്ചുകൂടി കർശനമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഗുരുതരമായിട്ടുള്ള ക്രിമിനൽ റെക്കോർഡ് ഇല്ലാതിരിക്കുക, സാധുവായ പാസ്പോർട്ട് ഉണ്ടാവുക, ബയോമെട്രിക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പലപ്പോഴും വേണ്ടി വരും. ഇതിങ്ങനെയൊക്കെയാണ്. അതുപോലെ ഈ പറയുന്ന പ്രോസസ്സിങ്ങിൻ്റെ സമയം 10 ദിവസത്തോളമൊക്കെ എടുക്കുന്ന ഒരു സാഹചര്യം കൂടി ഈ ഓസ്ട്രേലിയൻ വിസയിലുണ്ട്. അമേരിക്കൻ വിസ കിട്ടാൻ എത്രത്തോളം പാടാണോ അതുപോലെ തന്നെയാണ് ഓസ്ട്രേലിയൻ വിസയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ 2 രാജ്യങ്ങളും ഇത് കർശനമായിട്ടാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്. ഡോക്യുമെൻ്റ് അടിസ്ഥാനത്തിലുള്ള പരിശോധന ഇവിടെ ശക്തമാണ് എന്നുള്ളതാണ്. ഇന്ത്യയിൽ നിന്നുള്ള ഈ ടൂറിസ്റ്റ് സ്ട്രീമിലെ വിസയുടെ റിജക്ഷൻ റേറ്റ് എന്ന് പറയുന്നത് 25 മുതൽ 30% വരെയാണ്. അതായത് ഒരു 100 അപേക്ഷ വരുമ്പോൾ 30ഓളം അപേക്ഷകൾ തള്ളിപ്പോവുകയാണ് പതിവ് എന്നുള്ളതാണ്. അപ്പോൾ അത് കൊണ്ട് തന്നെ ഇതിനെ ഒരു മീഡിയം റിസ്ക് ബാൻഡിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ്. അത്രയേറെ കിട്ടാൻ പ്രയാസമുള്ള വിസകളിലൊന്നാണ് എന്നുള്ളത്. പിന്നെ പലപ്പോഴും ഈ കോൺസുലേറ്റ് ഇൻ്റർവ്യൂകളൊക്കെ മസ്റ്റായിരിക്കും. അമേരിക്കയിൽ പോകണമെങ്കിൽ നമുക്ക് അമേരിക്കൻ കോൺസുലേറ്റിൽ ചെന്ന് അവിടുത്തെ ഇൻ്റർവ്യൂ എടുത്ത് നമ്മൾ കാര്യങ്ങളെല്ലാം ബോധിപ്പിച്ച് അതിന് ശേഷമേ ആ വിസ നൽകുകയുള്ളൂ അവർ. അതല്ലാത്ത പക്ഷം നമുക്ക് ആ ഒരു വിസ ലഭിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അത് നമ്മുടെ ഹോം കൺട്രിയുമായിട്ട് നമുക്ക് കടുത്ത ബന്ധമുണ്ട്. നമ്മൾ തിരിച്ചു വരാൻ ഉള്ള ആൾക്കാരാണ്, അവിടെ തന്നെ നിൽക്കില്ല എന്നുള്ളതൊക്കെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഈ ഇൻ്റർവ്യൂ എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ താൽക്കാലിക ഉദ്ദേശം തെളിയിക്കാൻ കഴിയണം. മോഹൻലാലിൻ്റെ കാര്യത്തിൽ അതൊക്കെ ഈസി അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. മോഹൻലാൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ്, അഭിനേതാവാണ്, സാമൂഹികമായി വളരെ സ്വാധീനമുള്ള മനുഷ്യനാണ്, വലിയ ബിസിനസ്സുകളുണ്ട്, ഇവിടെ വലിയ ആസ്തികളുണ്ട്, കലാകാരനാണ്. അവിടെ ഒരു പ്രോഗ്രാമിനാണ് പോകുന്നത്, അതിൻ്റെ ഇൻവിറ്റേഷൻ കാര്യങ്ങളെല്ലാം അവിടെ ബോധ്യപ്പെടുത്താൻ കഴിയും. അത് മാത്രവുമല്ല, അവിടെ ഇത്ര ദിവസത്തെ പരിപാടി കഴിഞ്ഞാൽ തിരിച്ചു വരും, എൻ്റെ കൂടെ ഇത്രയും ക്രൂ മെമ്പേഴ്സ് ഉണ്ട്, ഇതൊക്കെ തെളിയിക്കാൻ ഈസിയാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് മോഹൻലാലിൻ്റെ വിസ നിഷേധിക്കപ്പെട്ടത് എന്ന് നമുക്ക് ആലോചിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് എന്താ അതിൻ്റെ അകത്ത് കണക്കാക്കാൻ കഴിയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിസ അങ്ങനെ നിഷേധിക്കപ്പെട്ടതാണ് എന്നുള്ളതിൻ്റെ കൺക്ലൂഷനിലേക്കല്ല ഈ പറയുന്ന കാര്യങ്ങളെത്തുന്നത്. അത് താൽക്കാലികമായിട്ടിരിക്കുന്ന ഡിലേ മാത്രമാണ് എന്ന് പറയേണ്ടി വരും എന്നുള്ളതാണ്. അതായത് നിഷേധിക്കപ്പെടുകയാണെങ്കിൽ അത് റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് വ്യക്തമായിട്ടുള്ള കാരണം, അത് റിജക്റ്റ് ചെയ്തു എന്നുള്ള റിപ്പോർട്ട്, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ അതല്ല, ഇവിടെ ഒരു പ്രോസസ്സിങ്ങിനാണ്, ഒരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. അതിനർത്ഥം ഈ പ്രോസസ്സ് ഡിലേയിലായിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സാങ്കേതിക തകരാറിൻ്റെ ഇല്ലെങ്കിൽ ഒരു സാങ്കേതികമായ പ്രശ്നം മാത്രമായിരിക്കാം അവിടെ ഉള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് പിന്നെയും സംശയങ്ങൾ ആൾക്കാർ ഉന്നയിക്കാറുണ്ട്. മോഹൻലാലിന് ലഫ്റ്റനന്റ് കേണൽ പദവിയുണ്ട്, ഇനി അതാണോ പ്രശ്നം എന്നുള്ളത് കൂടി ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഒരു രാജ്യത്തിൻ്റെ സൈനിക ഉദ്യോഗസ്ഥൻ മറ്റൊരു രാജ്യത്തേക്ക് പോയി കഴിഞ്ഞാൽ അവർ കൂടുതൽ ജാഗ്രത പാലിക്കും. അവിടെ അവർ കൂടുതൽ പരിശോധനകൾ നടത്തും, കർശനമായിട്ടുള്ള കാര്യങ്ങൾ നടത്തും. അങ്ങനെയാണെങ്കിൽ അത് മാത്രവുമല്ല, ലഫ്റ്റനന്റ് കേണൽ എന്ന് പറയുന്ന ഒരു ഓണററി പദവിയാണ് മോഹൻലാലിന് കൊടുത്തിരിക്കുന്നത്. സാധാരണ റെഗുലർ ആർമിയിലെ ലഫ്റ്റനന്റ് കേണൽ അല്ല മോഹൻലാൽ ടെറിട്ടോറിയൽ ആർമിയിലെ ഒരു ലഫ്റ്റനന്റ് കേണലാണ്. അത് ഒരു ആലങ്കാരിക പദവിയാണ്. ശരിക്കും ഇപ്പോൾ രാജ്യത്ത് ഒരു റെഗുലർ ആർമിയിലുള്ള ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈനിക ഉത്തരവാദിത്തങ്ങൾ അവർക്ക് കൂടുതലാണ്. യുദ്ധം ഉണ്ടായാൽ, പ്രശ്നങ്ങളുണ്ടായാൽ അവരെ ആദ്യം വിളിക്കും. ടെറിട്ടോറിയൽ ആർമി എന്ന് പറയുന്നത് പലപ്പോഴും സൈന്യത്തിന് സപ്പോർട്ടിങ് ആയിട്ടാണ് അവർ നിൽക്കാറുള്ളത്. അവർ സൈന്യത്തെ പോലെ തന്നെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതൊക്കെ, പക്ഷേ ആ ആർമി അവർ സപ്പോർട്ടിങ് ആയിട്ടാണ് നിൽക്കാറുള്ളത്. ആദ്യഘട്ടത്തിൽ ഇറങ്ങുക റെഗുലർ ആർമി ആയിരിക്കും, അതിന് പിന്നാലെ ആയിരിക്കും പലപ്പോഴും സപ്ലൈ അതുപോലുള്ള കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യുക. ഇത് ടെറിട്ടോറിയൽ ആർമിയുടെ വിഭാഗങ്ങളെ പറ്റി എടുത്ത് നോക്കിയാൽ ഇന്ത്യ പോസ്റ്റിൽ ടെറിട്ടോറിയൽ ആർമിയിലേക്കുള്ള എൻട്രി ഉണ്ട്, അതിൻ്റെ സെപ്പറേറ്റ് വിങ് അതിലുണ്ട്, ഇന്ത്യൻ റെയിൽവേക്കുണ്ട്. അങ്ങനെ ഒരുപാട് ഘടകങ്ങളെ കോർത്തിണക്കുന്ന ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റമായിട്ട് കൂടിയാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഒരു ആലങ്കാരിക പദവിയാണ് മോഹൻലാലിന് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ബാക്കിയുള്ളവർക്കെല്ലാം കിട്ടിയ വിസ കിട്ടാതിരിക്കാനുള്ള ഒരു കാരണം ഇതായിരിക്കാമോ എന്ന് ചർച്ച വരുന്നുണ്ട്.
ഇത് മാത്രവുമല്ല, മോഹൻലാലിന് ഇതൊക്കെ പ്രൂവ് ചെയ്യാൻ കഴിയും. പത്മശ്രീ അതുപോലുള്ള പുരസ്കാരങ്ങളൊക്കെ കിട്ടിയ ഒരാളാണ്. ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയ ആളാണ്. ഇതൊക്കെ കൊണ്ട് തന്നെ ഈസി ആയിട്ട് ഈ വിസ കിട്ടേണ്ടതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ക്രെഡൻഷ്യലൊക്കെ നോക്കുന്നതിനിടയ്ക്ക് ടെറിട്ടോറിയൽ ആർമിയുടെ ഒരു ഉദ്യോഗസ്ഥനായിട്ട് കണ്ടിട്ടാണോ, അതിനുള്ള അന്വേഷണം നടത്തുകയാണോ, അതിൽ ഒരു ദുരൂഹത തോന്നിയിരിക്കാമോ എന്നുള്ളതൊക്കെ ഇവിടെ സംശയമായിട്ട് വരും. ഏതായാലും മോഹൻലാലിൻ്റെ വിസ നിഷേധിക്കപ്പെട്ടതിന് സാങ്കേതികമായ കാരണങ്ങളാണുള്ളത്. അത് മറ്റെന്തെങ്കിലും ഈ പറയുന്ന പേപ്പറുകളുടെ എന്തെങ്കിലും അഭാവമായിരിക്കാം, ഒരു പക്ഷേ ഒരു ക്ലറിക്കൽ മിസ്റ്റേക്ക് ആയിരിക്കാം. അത് മാത്രവുമല്ലെങ്കിൽ ഈ ടെറിട്ടോറിയൽ ആർമിയിലെ കേണൽ എന്നുള്ള ഒരു പദവി കണ്ടിട്ടായിരിക്കാം. അതിൻ്റെ ആ ക്രെഡൻഷ്യൽസ് ഇവർ നോക്കൂല, ഇങ്ങനെ വായിച്ച് നോക്കി വരുമ്പോൾ ആ ലിസ്റ്റിലുണ്ടെങ്കിൽ ഒരു പക്ഷേ അത് കണ്ടിട്ടായിരിക്കാം നിഷേധിക്കുന്നത്. പലപ്പോഴും ഒരു സൈനികൻ അവിടെ ചെല്ലുകയാണെങ്കിൽ കൂടി ഇവർ സസൂക്ഷ്മം നിരീക്ഷിക്കും, ചാരനാണോ എന്നുള്ളത് നോക്കും, ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശത്തിലാണോ വരുന്നത് എന്നുള്ളത് നോക്കും. അത് മാത്രവുമല്ല, ഇനി ഒരാൾ വരുന്നു, സൈനികനാണ്, പ്രത്യേകിച്ച് സ്പെഷ്യൽ ഫോഴ്സ് എന്നോ ഇല്ലെങ്കിൽ ഈ കമാൻഡോ വിങ് എന്നോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ കൂടുതൽ ജാഗ്രത പാലിക്കും. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഒരു സൈനികനോട് അവർക്ക് അത്രയേറെ ജാഗ്രതയോട് കൂടിയേ മറ്റേതൊരു രാജ്യവും, അത് നമ്മുടെ രാജ്യത്തേക്ക് വന്നാലും ശരി തന്നെ, ഇപ്പോൾ ഒരു ആസ്ട്രേലിയയെന്നോ അമേരിക്കയെന്നോ ചൈനയെന്നോ പാകിസ്ഥാനിൽ നിന്നാണെങ്കിൽ ഉറപ്പായിട്ടും ചൈന, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ഒരു സൈനികൻ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ കർശനമായിട്ടുള്ള പരിശോധനകൾക്ക് ശേഷമേ അയാൾക്ക് വരാൻ കഴിയുള്ളൂ. സൂക്ഷ്മമായി നിരീക്ഷിക്കുക എന്നുള്ള. അതുപോലെ തന്നെയാണ് ഓരോ രാജ്യത്തേക്കും അവരവരുടെ സുരക്ഷ എന്ന് പറയുന്ന ഒരു കാര്യത്തിന് അടിസ്ഥാനപരമായി വലിയ പ്രാധാന്യം നൽകുന്നതുകൊണ്ട് അങ്ങനെ ഒരു ടെറിട്ടോറിയൽ ആർമിയിലെ ഉദ്യോഗസ്ഥനാണ് എന്നുള്ള അവർക്ക് ഒരു പക്ഷേ ഇത് ആലങ്കാരിക പദവിയാണെന്ന് അറിയില്ലായിരിക്കും. ഏതായാലും അത് കൂടി പരിഗണിക്കുന്നുണ്ടായിരിക്കും, അവർ പരിശോധിക്കുന്നുണ്ടായിരിക്കും. മറ്റ് പല കാരണങ്ങൾ, ഈ സാങ്കേതിക കാരണങ്ങൾ ഇത്തരത്തിലുണ്ടായിരിക്കാം. ഏതായാലും മോഹൻലാലിൻ്റെ വിസ നിഷേധിക്കപ്പെട്ടതിൽ വലിയ തോതിലുള്ള ചർച്ച നടക്കുന്നുണ്ട്. അതിനെ പറ്റിയിട്ടുള്ള വാർത്തകൾ വന്നു. ഇതൊക്കെ ആവാം കാരണം എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. അത് വൈകാതെ പരിഹരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ കൂടിയുണ്ട്. ഏതായാലും മോഹൻലാലിനോടുള്ള ജനപ്രീതി കേരളത്തിലെ, ഇല്ലെങ്കിൽ ആരാധകർക്കിടയിലുള്ള ഒരു ജനപ്രീതിയിൽ ഒരു കോട്ടം സംഭവിച്ചതിന് ആക്കം കൂട്ടി മകളുടെ നിലപാട് കൂടി നേരത്തെ വന്നിരുന്നു. ഇതൊക്കെ പൊതുസമൂഹം ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട്, സോഷ്യൽ മീഡിയ ഇത് ചർച്ച ചെയ്യുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. മോഹൻലാലിനെ അത്രമേൽ ശ്രദ്ധിക്കുകയും ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് കൂടി ഉണ്ട് കേട്ടോ അതിനകത്ത്. എങ്കിലും അത്രയേറെ ശ്രദ്ധിക്കപ്പെടുന്നത് കൊണ്ടാണ് ആ ചർച്ച ഉണ്ടാകുന്നത്. ഈ വിസ നിഷേധം അല്ലെങ്കിൽ വിസ പെട്ടെന്ന് കിട്ടാത്തതിന് ഒരു താൽക്കാലിക കാരണങ്ങൾ മാത്രമായിരിക്കാമുള്ളത്. അത് വേഗം കിട്ടാനുള്ള സാധ്യതയുമാണുള്ളത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിവ് പോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ എൻ നേഷൻ, രാജ്യം, നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.